നമസ്കാരം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റേതാണ് ഉത്തരവ്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് 5 വർഷത്തിന് മുൻപ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മുദ്രവെച്ച കവറിൽ സാംസ്കാരിക വകുപ്പ് കൈമാറിയിരുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ അടുത്തയാഴ്ച തീരുമാനമെടുത്തേക്കുമെന്നായിരുന്നു സൂചന. പുറത്തുവന്നാൽ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ കോളിളക്കങ്ങൾക്ക് കാരണമാകും എന്ന് കരുതുന്നതാണ് ഈ റിപ്പോർട്ട്. വിവരം തേടിയ വ്യക്തിക്കും തുടർന്ന് കമ്മീഷനും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ സാംസ്കാരിക വകുപ്പ് പലവട്ടം വിസമ്മതിച്ചിരുന്നു. സിവിൽ ജുഡീഷ്യൽ അധികാരങ്ങൾ ഉപയോഗിച്ച് കമ്മീഷന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഒട്ടേറെ പേർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചെങ്കിലും സാംസ്കാരിക വകുപ്പ് നൽകിയില്ല. മെയ് ആദ്യവാരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അപ്പീലുമായി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ ഹക്കീം റിപ്പോർട്ട് തേടി. ഒരുപാട് പേരുടെ വ്യക്തിവിവരങ്ങൾ ഉള്ളതിനാൽ നൽകാനാവില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മറുപടി നൽകി. കമ്മീഷണർ നടത്തിയ തെളിവെടുപ്പിൽ വകുപ്പ് പ്രതിനിധികൾ നിലപാട് ആവർത്തിച്ചു. അത്തരം വിവരങ്ങൾ ഒഴികെയുള്ളവ നൽകാനാണ് അപ്പീൽ എന്ന് കമ്മീഷണർ ഓർമ്മിപ്പിച്ചു. വകുപ്പ് സെക്രട്ടറി ഫയൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതായും വിവരമുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരം നൽകിയില്ലെന്നും രണ്ടാമത്തെ തെളിവെടുപ്പിൽ ഉദ്യോഗസ്ഥർ ബോധിപ്പിച്ചു. വിശദീകരണത്തിന്റെ സാധുത കമ്മീഷന് നേരിട്ട് പരിശോധിക്കണമെന്നും മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മൂന്നാമത്തെ തെളിവെടുപ്പിൽ കമ്മീഷണർ നിർദ്ദേശിച്ചു. വിവരം നൽകണോ വേണ്ടയോ എന്നതിന് നിയമോപദേശം തേടിയതായിട്ടാണ് പിന്നീട് സാംസ്കാരിക വകുപ്പ് അറിയിച്ചത്. ഇതോടെയാണ് സിവിൽ ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ച് ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും ഒരാഴ്ചയ്ക്കകം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും കമ്മീഷണർ ഫയലിൽ കുറിച്ചത്. വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അവ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാകരുത്. ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ അതിൻ്റെ ഒരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ അടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KV വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ. കേരളത്തിലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വ്യാപകമായ പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, സ്വതന്ത്രമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല തുടങ്ങിയ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിരവധി പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലൈംഗികമായും സാമ്പത്തികമായും സാമൂഹ്യമായും മാനസികമായും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഇടമാണ് സിനിമ എന്നുള്ള ആരോപണത്തിന്മേലായിരുന്നു ഈ വിശദമായ അന്വേഷണ റിപ്പോർട്ടിംഗ് നടന്നത്. ഇതിൽ കുറ്റാരോപിതരായവർ ആരൊക്കെ, പ്രമുഖരായ പല വ്യക്തികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തുവന്നു. ഈ ഒരടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കാണാതിരുന്നത് എന്നും സൂചനയുണ്ട്. ഇത് പുറത്തായി കഴിഞ്ഞാൽ ഇന്ന് അപ്രപാളികളിലും സാമൂഹ്യരംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ തിളങ്ങി നിൽക്കുന്ന പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ള ചില വാദങ്ങളും അന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് സർക്കാരിനെ സ്വാധീനിച്ച് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുകയാണ് എന്ന പരാതിയും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് 1,65,00,000 രൂപ മുടക്കിയാണ് ഈ കമ്മീഷനെ നിയോഗിച്ചതും കമ്മീഷൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചതും അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി നടപ്പിലാക്കിയതും. റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയും നടി ശാരദയും അതുപോലെ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KV വത്സലകുമാരിയും അടങ്ങുന്ന അംഗം നിരവധി സിറ്റിംഗുകൾ നടത്തിയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. സിറ്റിംഗ് ഫീ ഇനത്തിലും മറ്റ് ഇനങ്ങളിലുമൊക്കെ തന്നെ കോടികൾ ചെലവഴിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണാതെ ഉള്ളിൽ അടയിരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പൊതുസമൂഹത്തിന് അറിയേണ്ടത് എന്ന വാദമാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ നൽകിയ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. ഈ റിപ്പോർട്ട് പുറം ലോകം ചർച്ച ചെയ്യണമെന്നും ഇത് ഒരു റിട്ടയർഡ് ജഡ്ജി അന്വേഷിച്ച സർക്കാരിൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ടാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ മുഖം നോക്കാതെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയ എല്ലാവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ട നടപടികളും സർക്കാർ കൈക്കൊള്ളണം എന്ന നിർദ്ദേശവും ഉയർന്നിരുന്നു. ഈ ഒരവസരത്തിൽ ഇത്രയും രൂപ മുടക്കി ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് വെറുതെയായി എന്നുള്ള വാദവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമില്ലാത്ത വിവരങ്ങളൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കണം, നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.